Hi everyone, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene from movie Abraham Ozer. Ozer. So let's watch it. Okay. Ooh. She's a female? No. ആക്സിഡന്റ് കേസാണ് തോന്നുന്നു കേട്ടോ. കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. Yeah? Oh, come on, help him. Yes. No, at least send it like he, because it's kind of a murder case, na? If you see, he might get stuck. That's why he just left him there. See, there are 9 deep lacerating wounds. But he's stable now. Oh, okay. പിള്ളേരൊക്കെ മുങ്ങിയിരിക്കുക. Okay. ബോധം വന്ന ആ സാറൊന്ന് ഇൻഫോം ചെയ്യണം. അവന്റെ മൊഴിയൊന്നും എടുക്കണം. തീർച്ചയായും. ഇയാൾക്ക് വേറെ ആരും ഇല്ലേ? ഉണ്ട്. അവരൊക്കെ വന്ന് മടുത്തു. ഇതൊക്കെ തന്നെയല്ലേ ഇവന്റെ സ്ഥിരം പരിപാടി. Oh. Same one? Yes. Is the doctor or what? I think so, one more murder. Oh, the same thing. Scalpel. Remember the last guy also died because Oh, of the, see, he has also left the card. Yeah. Because the last guy also died because of the Blood flow. Yes, but Murder, yeah. that guy is involved, I think. So it's that guy only, the Bolero. Yes. Damn. Who is dead? ഫോർമലിനടക്കം എല്ലാം റിപ്പീറ്റ് ആണല്ലോ സാർ. മുരുകന്റെ സ്ഥലം വേറെയാണെന്നുള്ള വ്യത്യാസം മാത്രം. Okay, see, he always leaves a tablet so the dog cannot track the smell for dog spot. Letter. പൊട്ടിച്ചിരികൾ ഓടി മറിയട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഇയാളുടെയും ബർത്ത്ഡേ ഇന്നാണ് സാർ. ആയിരിക്കാൻ വഴിയില്ല. അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ ഉള്ളൂ. ടു യു മിസ്സിംഗ് ആണ്. Oh, അയാളുടെ ഐഡി പ്രകാരം ഇന്നല്ല അയാളുടെ it's not his birthday. സാർ ആസ്പത്രിക്കകത്തുള്ളൊരു വിഷയമുണ്ട്. ഡിഫറെന്റ്. Oh, see. There is a second guy. Two guys. Yes, sir. No, he's. Oh, yeah. Look at that. Yeah, I got it. It's two guys. ഇയാൾ വേറെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം സാർ. അന്ന് ആ പെട്രോൾ പമ്പിലെ CCTV പറഞ്ഞത് ഇതേ ബൊലേറോ തന്നെയായിരിക്കണം. നവീൻ ഇടിച്ചതും ഏറ്റവും കോമൺ ആയിട്ടുള്ള വണ്ടികളിലൊന്നും ഏറ്റവും കോമൺ ആയിട്ടുള്ള നിറവുമാണത്. സെർച്ച് ഒന്ന് സ്പീഡാക്കാം സാർ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കാർഡുകളും കവിതാശകലങ്ങളും വഴി കില്ലേഴ്സ് നമ്മളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് സംതിങ് ഡീപ്പ് ആൻഡ് പേഴ്സണൽ. വലിയ ആടുമ്പോഴൊന്നും ഇല്ലത്. ആരാണ് ഈ സജിമോന്റെ അച്ഛൻ രാഘവൻ?
എന്തിനാ സാറേ ഇനി അവന്റെ കാര്യം തിരക്കണത്? അവരെല്ലാരും കൊന്നില്ലേ? അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാനാ വന്നത്. ആള് പോയിട്ട് എന്തോന്ന് ചോദിച്ചത് എന്താ കാര്യം സാറേ? സജിമോന്റെ ഇടപാടുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുമോ? ഒരു ഓർമ്മയില്ലാത്ത അങ്ങനോട് എന്ത് ചോദിച്ചിട്ട് എന്താ കാര്യം സാറേ? ലോട്ടറി കച്ചവടമൊന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങും കുടിക്കാനായിട്ട്. Birthday killer. ഒന്നും പറയാൻ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ജനങ്ങളെ പാലിക്കാൻ. നോ മോ കമന്റ്സ്. അങ്ങനെ കില്ലറിനൊരു പേരുമായി ബർത്ത്ഡേ കില്ലർ. ആ ബർത്ത്ഡേ കാർഡിലുള്ള വാചകങ്ങൾ എനി ഐഡിയ പോകും. അതാണ് അന്വേഷിക്കുന്നത് സർ. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. സാറ് ശ്രദ്ധിച്ചു കാണാം, എല്ലാ വാചകങ്ങളും അവസാനിക്കുന്നത് ഒരു അർദ്ധവിരാമത്തിലാണ്. Okay. കോമയിൽ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. Oh, then I have more murders to happen. Oh, it's the same guy. Yes. I want to see his face. Now I have to see both the faces, not just one. ക്വാളിറ്റി ഒട്ടും കുറയരുത് കേട്ടോ. കഴിഞ്ഞ തവണത്തെ ലോഡിൽ വെണ്ടർ ഒരു പണി തന്നപ്പോ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറി. അത്തരത്തിൽ യാതൊരു കുഴപ്പം എന്റെ മാനേജർ സാറേ, ഞാൻ കോയമ്പത്തൂർ പോവുകയാണ്. ഇവിടെ കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാം. Uh-oh. Sorry. എന്താ പറ്റിയത്? അത് റെസ്റ്റോറൻറ്റ് വെച്ചോ തലകറങ്ങി വേണം ഡോക്ടർ. കാര്യമായിട്ട് നിങ്ങൾക്ക് അസുഖമുള്ളതായിട്ടൊന്നും ഇതുവരെ അറിയില്ല സാർ. It's not even moving. Uh-oh. ഇത് ഇതുവരെ ശരിയാക്കിയില്ലേ? Oh, the same one. Oh no, one more. Uh-oh, damn. You have to first makes a mark and then cut it. So see. One more done. Same tablet. വയറിൻ പ്രശ്നം എത്രയും പെട്ടെന്ന് പറഞ്ഞ് വേഗം റെഡിയാക്കി തരണം. സാറിനോട് ഇത് സീരിയസ് ആയിട്ട് പറയണം. ഇതിന്റെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. പക്ഷെ ഇനിയും കുറച്ച് പേഷ്യൻസ് വെയിറ്റിംഗ് അല്ലേ? അല്ല, ഈ കട്ടനാരാ മാറ്റിയിട്ട് സിസ്റ്റർ ആണോ? അതിന് ഞാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഒന്ന് നോക്കി. Oh. Happy birthday again. Again something written about happy birthday. There are some message here. There is always a comma. There is not a full stop. So comma means more murders. മാഡം, സെയിം എമോ അല്ലേ സാർ? വിറ്റോ, പക്ഷേ കഴുത്തിലെ കട്ട് മാത്രം തിരക്കിട്ട് ചെയ്തതാ. എന്നാൽ ആ തിരക്കിനിടയിലും ബ്ലൂ സർജിക്കൽ മാർക്ക് ഇടാൻ മറന്നിട്ടില്ല. Surgical mark. അത് കറണ്ട് ട്രിപ്പായി പോയപ്പോ ഞാനൊന്ന് പോയി നോക്കി. ടി വി പൊക്കി വെച്ചിട്ട് വന്നതായിരുന്നു.
ആ ടൈമിലാണ് അത് നടന്നത്. താനാരും വരുന്നോ പോകുന്നോ ഒന്നും കണ്ടില്ല. എന്തായാലും പേരും അഡ്രസ്സും ഇവിടെ കൊടുത്തേക്കാം. ശരി സർ. ഇത് ലോബിയില്ലേ സർ? നെക്സ്റ്റ്. See this one. Bolero, if you see the Bolero standing there. ഇപ്പല്ല സാറിന്റെ ഓഫീസിലെത്തി. സർ സർ, അയാളുടെ ധൈര്യം സമ്മതിക്കണല്ലേ സർ? ബോൾഡായി കയറി വരുന്നു, തിരിച്ചിറങ്ങി പോകുന്നു. അത് പ്ലെയിൻ ഡേ ലൈറ്റില്. എന്തായാലും ഇപ്രാവശ്യം വിക്ടിമിനെ ബൊലേറോയിൽ കൊണ്ടുവരേണ്ടി വന്നില്ല. അശോകിന്റെ റെസ്റ്റോറന്റിന് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഇത് തന്നെ. Oh. സോ ഓസ്ലർ വലതുഭാഗത്തായി 6 സെന്റിമീറ്റർ നീളത്തിലുള്ള മുറിവ്. ഇറ്റ്സ് സോ പ്രിസൈസ് ആൻഡ് പ്രൊഫൗണ്ട് ദാറ്റ് ഇറ്റ് കട്ട് ദി കാരോട്ടിഡ് ആർട്ടറി. തലകറക്കം വന്നുകൊണ്ടാണല്ലോ അശോകിനെ ആശുപത്രി പ്രവേശിപ്പിച്ചത്. തലകറക്കം വരാനുണ്ടായ കാരണം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോട് അറിയാൻ പറ്റുമോ? പറ്റും, പക്ഷെ സമയമെടുക്കും. വിൽ ഡു ആൾ പോസിബിൾ കെമിക്കൽ ടെസ്റ്റ്. അതിന്റെ റിസൾട്ട് വന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റും. എന്റെ പണി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി വിട്ട് കൊടുക്കാം. അന്ന് അശോക് സാറിനെ കാണാൻ വന്നതിൽ 5-4 പേരുമായി. ഒരാൾ മാത്രം മിസ്സിംഗ് ആണ് സാർ. അതാരായിരുന്നു? അത് നമുക്കിവിടെ കീ സപ്ലൈ ചെയ്യുന്ന ആളാ സാറേ. അയാളെ വിളിച്ചപ്പോൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞില്ലേ? അയാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും നമ്മളെ ഇല്ല സാർ. ഈ കോവിഡിന്റെ സമയത്ത് അശോക് സാർ നേരിട്ട് ഏർപ്പാക്കിയതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1-1.5 വർഷം അതിൽ കൂടുതലായിട്ടില്ല സാർ. പിന്നെ അയാളുടെ കീ നല്ലതായിരുന്നു. അയാളങ്ങനെ അയാളോട് സംസാരിക്കാറൊന്നുമില്ല. ടൈം മാസ്ക് ഒക്കെ വെച്ചാണ് നടക്കുന്നത്. പിന്നെ കറുത്ത കോട്ടും ഉണ്ടാവും സാർ. Yes. അയാളുടെ വാഹനൊരു ബൊലേറോ പിക്കപ്പ് അല്ലേ? വെള്ള. അതെ സാർ, ഒരു വൈറ്റ് ബൊലേറോ പിക്കപ്പ്. അയാളുടെ പേയ്മെന്റ് കൊണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്. Okay. പുള്ളിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാണ്. സാറ് പറഞ്ഞ ഈ അക്കൗണ്ട് ഒരു അജയ് സിയാർ എന്ന ആളുടെ പേരിലുള്ളതാണ്. ഏതാണ്ട് 5 വർഷമായി അക്കൗണ്ട് തുടങ്ങിയിട്ട്. എന്നാൽ ഈ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഒരൊറ്റ അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അതൊരു വിൽട്ടൺ ഹോട്ടലിന്റെ അക്കൗണ്ടിൽ നിന്ന്. എന്റെ മോനൊരു പാവമായിരുന്നു സാറേ. സപ്ലൈ ആയിരുന്നു അവന്. ചേച്ചി, അജീഷ് എങ്ങനെ മരിച്ചത്? ഒരു ആക്സിഡന്റ് ആയിരുന്നു. 2 വർഷമായിട്ട് മുമ്പ് പോയിട്ട്. Okay. ഒപ്പം ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിനായി മുണ്ടത്തിക്കോടിന്റെ പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ Ladies and gentlemen, namaskar. My greetings and hello to you all. അനദർ ഡെഡ് എൻഡ് അല്ലേ സാർ? 2 വർഷം മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരാളുടെ അക്കൗണ്ട് അവരുപയോഗിക്കുകയായിരുന്നു. നമ്മുടെ ആ 3rd വിക്ടിം അശോകിന്റെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വന്നു. അയാളുടെ സ്റ്റൊമക് വാഷിൽ സൈലോസബിൻ ടോക്സിക് ലെവലിലുണ്ടായിരുന്നു. As you might be knowing, it's a neurotoxic substance. ഇതിലൂടെ ഡോസേജ് അകത്ത് ചെന്നാൽ തലകറക്കോ മറ്റും ഉണ്ടാവാം. Some people even might get tossed off. അപ്പോ കില്ലേഴ്സ് അശോക് സെൽവരാജിനെ മിസ്റ്ററി സോൾവ് ആയി. It will be clear for you when I tell you the story of 2 deserted tiger cubs. മരുഭൂമിയിലെ 2 കടുവകളുടെ വാലുകൾ ഞാനൊരു കപ്പിൽ വരച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാകുമെന്നാണ് മാഡം നമ്മളോട് പറയുന്നത്. ഇയാളത് പരിഭാഷപ്പെടുത്തി കൊല്ലുമല്ലോ. സത്യം. ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്. ദിവ്യ, സർ, യു ആർ റൈറ്റ്. ആ വരികൾ തർജ്ജമ ചെയ്താണെങ്കിലോ Okay. മറ്റേതെങ്കിലും ഒരു ഭാഷയുള്ള ട്രാൻസ്ലേഷൻ. Okay. Okay, the happy birthday card. And above there is always a message. Yes. ChatGPT. It's into a physician called Giovanni Morgani. Okay. ലണ്ടനിൽ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ. Okay. Oh.
Two more But murders. More murders in this scene, man. And if you see, like he It's the said, same only, same pattern. quotes are written and it's always a comma. So comma means more murders to More come. murders to come. Okay, now so basically, if we see from first scene to this scene, we have got 3 murders. And with the Yes. same pattern, with that scalpel, of course. But if you see that Bolero was always, I think so that Bolero did the action at the start only. Okay, and he was rushed to the hospital by the other guy. Then the Bolero dropped him to the other guy, second guy to the hospital, and then after this that, one came and yes, so there are 2 guys. And third on the Bolero guy is the supplier for long, and now he gave him something due to which he felt unconscious. And that again, laddu, yes, yeah. Oh God, this is very much like, you know. tricky. Yeah, and he got something, no? That the Conversion. Chat okay, GPT. translator, Yeah, translation, okay. yeah. And he said it's basically in the postmortem room in London, basically. So now they have to find the source of the message, I think so now. It will be very difficult. Even if you see this scene, he was not hallucinated. Yeah, he was He was actually now, I think so, he's okay, but we'll see more. Like, because let's you know see. the first thing the doctor said, like psychological, like you need to busy, so it busy- might help you, of course. So I think help so you. it might work. Hmm. Okay, now I'm interested. So I was first thinking of 1 killer, now there are 2 people involved. 2 people with 3 murders. Damn. And Let's why see. are they doing it? So we have to see, and how many more murders are gonna happen. Absolutely true. Cool. We'll wait for more, guys. Till that time, keep watching our channel. Do like, subscribe, Share, comment, click on the bell icon.